ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. ഗസയിൽ വീണ്ടും വെടിനിർത്തൽ പ്രതീക്ഷ. അവശേഷിക്കുന്ന ബന്ദികളുടെ പേരുകൾ കൈമാറി ഹമാസ്. ഇന്നും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി 8 പേർ കൊല്ലപ്പെട്ടു. കൂത്താട്ടുകുളത്തെ തട്ടിക്കൊണ്ടുപോകലിൽ ഡിവൈഎസ്പിക്കെതിരെയും അന്വേഷണം. അതിക്രമത്തിൽ വനിതാ കൌൺസിലർ പോലീസിൽ പരാതി നൽകും. സ്ത്രീത്വത്തെ അപമാനിച്ചതിനടക്കം കേസെടുക്കണമെന്ന് കലാരാജു. ആരെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്ന് സിപിഎം നേതാക്കൾക്ക് പിന്നാലെ അനൂപ് ജേക്കബ് ഉൾപ്പെടെ 50 പേർക്കെതിരെയും കേസ്. സഞ്ജുവിനെ അനുകൂലിച്ചും എതിർത്തും ക്രിക്കറ്റ് ലോകം. സഞ്ജുവിനെ ഒഴിവാക്കിയതിൽ ദുഃഖമെന്ന് മുൻ കേരള ടീം പരിശീലകൻ പി ബാലചന്ദ്രൻ. സാഹചര്യം സൃഷ്ടിച്ചത് സഞ്ജു തന്നെയെന്ന് ക്രിക്കറ്റ് നിരീക്ഷകൻ ഡോക്ടർ എൻ അജിത് കുമാർ. സഞ്ജുവിനെ തഴഞ്ഞതിൽ സൈബർ ലോകത്തും പ്രതിഷേധം. ബോളിവുഡ് താരം സൈഫ് അലി ഖാനെ ആക്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അറസ്റ്റിലായത് റെസ്റ്റോറന്റ് ജീവനക്കാരൻ മുഹമ്മദ് ഷഫീറുൽ ഇസ്ലാം. ലക്ഷ്യം മോഷണമെന്ന് പോലീസ്. മന്ത്രി മുഹമ്മദ് റിയാസ് തീവ്രവാദ ഗ്രൂപ്പിന്റെ പ്രതിനിധി എന്ന ഗുരുതര ആരോപണവുമായി എം ടി രമേശ്. സിപിഎമ്മിന്റെ ലീഡർഷിപ്പ് ചില തീവ്രവാദ ഗ്രൂപ്പുകൾ ഹൈജാക്ക് ചെയ്യുന്നു. CPM ലീഡർഷിപ്പ് ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഉദാഹരണമായിട്ട് മുഹമ്മദ് റിയാസിന് CPM-നകത്തുണ്ടാകുന്ന സ്വാധീനം. കേരളത്തിൽ കുറച്ചു കാലമായി നാം കേൾക്കുന്നത് CPM-ന്റെ ഔദ്യോഗികമായിട്ടുള്ള നയം പറയുന്നത് നിയമസഭയിലായാലും പുറത്തായാലും പാർട്ടി സെക്രട്ടറിയോ പാർട്ടി പൊളിറ്റ് ബ്യൂറോ മെമ്പറല്ല. എങ്ങനെയാണ് ഒരു മന്ത്രിസഭയിലെ കേവലം ഒരു മന്ത്രി മാത്രമായ മുഹമ്മദ് റിയാസിന് പാർട്ടി നിലപാടിൽ ഇങ്ങനെ അപ്പർ ഹാൻഡ് കിട്ടുന്നത്? അതൊരു നിർദ്ദിഷ്ട സമുദായമായതുകൊണ്ടാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുന്നു. സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് പുറത്തുപോയത് പ്രീ പ്ലാൻഡ് നീക്കം. പോകാൻ കാരണമുണ്ടാക്കുകയായിരുന്നുവെന്നും BJP ജനറൽ സെക്രട്ടറി. വിവാദങ്ങൾക്കിടെ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം തിരുവനന്തപുരത്ത്. AICC പ്രതിനിധികളും യോഗത്തിൽ. വയനാട് DCC ട്രഷററുടെ ആത്മഹത്യ, PV അൻവറിന്റെ UDF പ്രവേശം ഉൾപ്പെടെ ചർച്ചയ്ക്ക്. സ്ഥാനാരോഹണത്തിനൊരുങ്ങി ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിൽ. സത്യപ്രതിജ്ഞ ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30. വിർജീനിയയിൽ ആഘോഷരാവ് വർണ്ണാഭമാക്കി ട്രംപ് അനുകൂലികൾ. വാഷിംഗ്ടണിൽ പ്രതിഷേധമുയർത്തി ട്രംപ് വിരുദ്ധരും. ഗസയിൽ വീണ്ടും വെടിനിർത്തൽ പ്രതീക്ഷ. അവശേഷിക്കുന്ന ബന്ദികളുടെ പേരുകൾ ഹമാസ് കൈമാറി. ഇന്നും 1-ലധികം കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ആക്രമണത്തിൽ 8 പേരാണ് കൊല്ലപ്പെട്ടത്. الآن مع دخول وقف إطلاق النار والآن إصابات وشهداء يتم نقلهم إلى مستشفى المعمداني هنا بمدينة غزة. نتحدث عن إطلاق نار وقصف على المناطق. الآن الإصابات تصل تباعا الإصابات والشهداء إلى مستشفى المعمداني كما نشاهد. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, ഈ കരാറ് നടപ്പിലാകാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ നെതന്യാഹുവിന്റെ നിലപാട് മാറ്റമൊക്കെ വലിയൊരു ആശങ്കയിലേക്ക് കടന്നതാണ്. പക്ഷേ അതല്ല, വീണ്ടും ഒരു പ്രതീക്ഷയുടെ മുനമ്പിലേക്ക് തന്നെ ഗസ എത്തുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? നടക്കുന്ന ഡെവലപ്മെന്റുകൾ ഏത് തരത്തിലാണ്? അപർണ, ലോകം ഏറെ നാളായി കാത്തിരുന്ന ആ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഗസയിൽ സമാധാനം എന്ന നിലപാട് വന്നിരിക്കുന്നു. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതായി ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുന്നു. ഈ ബന്ദികളുടെ പേര് വിവരങ്ങൾ നൽകാതെ വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോകില്ല എന്നായിരുന്നു ഇസ്രായേലിൻ്റെ നേരത്തെ ഉള്ള നിലപാട്. എന്നാൽ ഇസ്രായേലിൽ ആ ബന്ദികളുടെ പേര് വിവരങ്ങൾ ഹമാസ് കൈമാറിയിരിക്കുന്നു. 3 സ്ത്രീകളുടെ
പേര് വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇവരെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി മോചിപ്പിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടുകൂടി ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നു. ആദ്യഘട്ടത്തിൽ ഇന്ന് രാവിലെ അവിടുത്തെ പ്രാദേശിക സമയം 8:30, അതായത് ഇന്ത്യൻ സമയം നോക്കുമ്പോൾ 12 മണിക്ക് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും എന്നാണ് ഇരു വിഭാഗവും അന്ന് തമ്മിലുണ്ടാക്കിയ ധാരണ. എന്നാൽ 8:30യോടുകൂടി ബന്ദികളുടെ പട്ടിക പുറത്തുവിടാത്ത ഘട്ടത്തിൽ ഇസ്രായേൽ വ്യോമാക്രമണം ആരംഭിച്ചു. അതിൽ ഏറ്റവും ഒടുവിലത്തെ വിവരം ലഭിക്കുമ്പോൾ 10 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. പക്ഷേ അതിനുശേഷം ഹമാസ് ഈ വിഷയത്തിലൊരു വിശദീകരണവുമായി വന്നു. ബന്ദികളുടെ പേര് വിവരങ്ങൾ നൽകാൻ കഴിയാതിരുന്നത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ്. കാരണം അവിടെ ഈ യുദ്ധം കൊണ്ടും മറ്റ് കാരണങ്ങൾ കൊണ്ടും ഈ ബന്ദികൾ പല കേന്ദ്രങ്ങളിലായാണ് ഉള്ളത്. അവരെ തിരിച്ചറിയുന്നതിനും കണ്ടെത്തുന്നതിനുമൊക്കെ ഉള്ളൊരു സാങ്കേതിക പ്രയാസം ഉണ്ടായിരുന്നു. ഏതായാലും 3 പേരുടെ പേരുകൾ പുറത്തുവിട്ടിരിക്കുന്നു. ആ 3 പേരെ വൈകുന്നേരത്തോടെ മോചിപ്പിക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ മോചിപ്പിക്കുന്ന ആളുകളെ സ്വീകരിക്കാനായി IDF തയ്യാറായി നിൽക്കുന്നു. അവർക്ക് മാനസികവും ഒപ്പം ആരോഗ്യപരമായ മറ്റ് ശാരീരികവുമായ പിന്തുണ നൽകുന്നതിന് തങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നു. അവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ IDF നടത്തിയിരിക്കുന്നു. അങ്ങനെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുന്നു. 33 ബന്ദികളെയാണ് മൊത്തത്തിൽ ഇസ്രായേലിന് കിട്ടേണ്ടത്. ഈ ഹമാസ് 33 ബന്ദികളെയാണ് മോചിപ്പിക്കേണ്ടത്. അങ്ങനെ വന്നാൽ പാലസ്തീൻ ആയിരത്തോളത്തിലധികം വരുന്ന പലസ്തീൻ ബന്ദികളെ ഇസ്രായേലും മോചിപ്പിക്കും. അങ്ങനെ ഇരു വിഭാഗങ്ങളും തമ്മിൽ കൂടുതൽ ഒരു രമ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. സൈന്യം ഗാസയിൽ പല ഭാഗങ്ങളിൽ നിന്ന് പിൻവാങ്ങും. ഒപ്പം ഗസയിലേക്ക് ഈ ഭക്ഷണവും മരുന്നും മറ്റ് സഹായങ്ങളും എത്തിക്കുന്നതിന് 600-ലധികം ട്രക്കുകളെ അങ്ങോട്ടേക്ക് കടത്തിവിടും. അങ്ങനെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളും അതുപോലെ മറ്റ് സഹായ ഹസ്തങ്ങളുമൊക്കെ ഗസയിൽ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിൻ്റെ പാതയിലേക്ക് വലിയ ഒരു ചുവടുവെപ്പ് എന്ന് തന്നെ പറയാം. റൈറ്റ്, മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. തന്നെ തട്ടിക്കൊണ്ടുപോയ CPM പ്രവർത്തകർക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിനടക്കം കേസെടുക്കണമെന്ന് കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജു. തനിക്ക് ഏൽക്കേണ്ടി വന്ന ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് പോലീസിൽ പരാതി നൽകുമെന്നും ഇവർ ന്യൂസ് 18നോട് പറഞ്ഞു. എന്നാൽ ആരെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്നും അത് കോൺഗ്രസിന്റെ പണിയാണെന്നും CPM ജില്ലാ സെക്രട്ടറി CN മോഹനൻ പ്രതികരിച്ചു. അതേസമയം സംഭവത്തിൽ പോലീസിനെതിരെ ഉയർന്ന പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ റൂറൽ SP നിർദ്ദേശം നൽകി. ഇന്നലെ നടന്ന റോഡ് ഉപരോധത്തിൽ മുൻമന്ത്രി അനൂപ് ജേക്കബ് ഉൾപ്പെടെ 50 പേർക്കെതിരെ കേസെടുത്തു. CPM ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുവന്ന തന്നെ പ്രവർത്തകർ വളഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കലാരാജു പറയുന്നത്. ഇതിനിടെ വസ്ത്രങ്ങൾ വരെ വലിച്ചു കീറി. ജീവന് ഭീഷണിയുണ്ടെന്നും അവർ പറയുന്നു. ഏരിയ കമ്മിറ്റിയിലേക്ക് ചെല്ലാൻ നിർദ്ദേശിച്ചു ആണെങ്കിൽ ഇതുപോലെ ഉപദ്രവിച്ച ഒരാളെ ഭീഷണിപ്പെടുത്തി വണ്ടിയിൽ കയറ്റേണ്ട. എനിക്ക് എന്റേതായ നിലപാടില്ലേ. ഉപദ്രവിച്ച് അതായത് എന്റെ വസ്ത്രം വലിച്ച് ഊരി, അതായത് ഇവരെന്നെ ഉന്തി വലിച്ചു കയറ്റടാ, അവളെ എറിയടാന്നൊക്കെ ആക്രോശിക്കുന്ന എനിക്ക് കേൾക്കായിരുന്നു. കൊന്നുകളയടാന്ന് ലോക്കൽ സെക്രട്ടറി പറയുന്നത് എനിക്ക് കേൾക്കായിരുന്നു. കാല് ഡോറിന്റെ ഇടയിൽ വെച്ച് അവർ വലിച്ചടച്ചു. ഞാൻ പറഞ്ഞ എൻ്റെ കാലെന്ന് പറഞ്ഞപ്പോൾ അവർ ഒന്നും കൂടെ തുറന്നേച്ച് വലിച്ചടച്ചോ കാല്. എനിക്ക് കാലെടുക്കാനായിട്ട് ഒരു അവസരം തരാതെ. CPMൽ ഇനി തുടരാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കുമില്ല. സംരക്ഷണം നൽകിയ UDFുമായി സഹകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കും. അതേസമയം ഇതിൽ CPMന് ഒരു ബന്ധവുമില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി CN മോഹനൻ പറയുന്നത്. കോൺഗ്രസും UDFുമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിച്ച് ജയിച്ച പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ഒരു സഖാവിനെ CPM അല്ല തട്ടിക്കൊണ്ടുപോയത് കോൺഗ്രസ് അല്ലേ. ക്രിമിനലുകളാണ് കലാരാജുവിനെ ഉപദ്രവിച്ചതെന്നും അതിൽ LDFന് പങ്കില്ലെന്നുമാണ് CPM ഏരിയ സെക്രട്ടറി PB രതീഷ് പറയുന്നത്. കലയെ ബലം പ്രയോഗിച്ച് പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോയതല്ല. LDFന്റെ 13 ജനപ്രതിനിധികളും അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന തീരുമാനം എടുത്തതിന്റെ ഭാഗമായി പോകാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ തടിച്ചുകൂടിയ പെഹോ MLA അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൗൺസിലർമാരെ ആക്രമിക്കുന്നത്, വനിതാ കൗൺസിലർമാരെ ആക്രമിക്കുന്നത്. അപ്പൊ അതാണ് അവിടെ രാവിലെ സംഘർഷം ഉണ്ടാവാൻ കാരണം. അതേസമയം അക്രമ സംഭവങ്ങളിൽ പോലീസ് കൂട്ടുനിന്നു എന്ന പരാതിയിൽ അഡീഷണൽ SP-യോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന നിർദ്ദേശം നൽകി. ന്യൂസ് 18 കൊച്ചി. കൂത്താട്ടുകുളത്ത് കൗൺസിലറെ തട്ടിക്കൊണ്ടുപോകാൻ DYSP സഹായിച്ചു എന്ന ആരോപണത്തിൽ റിപ്പോർട്ട് തേടിയതായി റൂറൽ SP വൈഭവ് സക്സേന. വീഴ്ചയുണ്ടെങ്കിൽ ശക്തമായ നടപടിയുണ്ടാകും. കേസിൽ അറസ്റ്റുണ്ടാകുമെന്നും SP പറഞ്ഞു.
ഇതുവരെ എനിക്ക് റിട്ടൺ പരാതിയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ വെർബൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓൾറെഡി ഞാൻ അഡീഷണൽ എസ്.പിനെ പറഞ്ഞിരുന്നു ഒരു വിശദമായ ഈ കാര്യങ്ങൾ അന്വേഷിച്ച് എന്നോട്ടൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. പാരലായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ഞാൻ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ഉടൻ തന്നെ എന്നോട്ടൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. റിപ്പോർട്ടിൽ വീഴ്ച ആണെങ്കിൽ തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് മേലെ ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കാൻ വേണ്ടി ഞാൻ ഫോർവേഡ് ചെയ്യാം. ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം നേടാതിരുന്ന സഞ്ജുവിനെ അനുകൂലിച്ചും എതിർത്തും ക്രിക്കറ്റ് ലോകം. സഞ്ജുവിനെ ഒഴിവാക്കിയതിൽ ദുഃഖമെന്ന് മുൻ കേരള ടീം പരിശീലകൻ P. ബാലചന്ദ്രൻ പറഞ്ഞു. സാഹചര്യം സൃഷ്ടിച്ചത് സഞ്ജു തന്നെയെന്നായിരുന്നു ക്രിക്കറ്റ് നിരീക്ഷകൻ ഡോക്ടർ N. അജിത് കുമാർ അഭിപ്രായപ്പെട്ടത്. സഞ്ജുവിനെ തഴഞ്ഞതിൽ സൈബർ ലോകത്ത് പ്രതിഷേധം ശക്തമാണ്. വിജയ് ഹസാരെ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാത്തതാണോ സഞ്ജുവിന് സ്ഥാനം നേടാൻ സാധിക്കാത്തത്? ഈ ചോദ്യത്തിന് പിന്നാലെയാണ് ക്രിക്കറ്റ് സൈബർ ലോകം. നേരത്തെ തന്നെ KCA ഭാരവാഹികൾക്ക് നേരെ ശശി തരൂർ MP ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. KCA ഭാരവാഹികളുടെ ഈഗോ സഞ്ജുവിന്റെ കരിയർ തീർക്കുകയായിരുന്നു എന്നായിരുന്നു MP പ്രതികരണം. ക്രിക്കറ്റ് ലോകത്ത് ശക്തമായ പ്രതികരണങ്ങളാണ് ഉയരുന്നത്. സഞ്ജുവിന് സ്ഥാനം കിട്ടാത്തതിൽ ദുഃഖമുണ്ടെന്നും ടീമിൽ ഇടം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായും മുൻ കേരള ടീം പരിശീലകൻ P. ബാലചന്ദ്രൻ പ്രതികരിച്ചു. ആദ്യമായിട്ട് ഞാൻ പറയുകയാണ് ഈ ഒരു സാങ്കേതിക പേരിലാണ് സഞ്ജു സാംസൺ ഈ ODI ടൂർണമെന്റിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത് എന്ന് വിശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഇതിനു മുമ്പ് ഇതേ ഫോം നിലനിർത്തിയിരുന്ന സമയത്ത് സഞ്ജുവിന്റെ ഒരു ഗോഡ് ഫാദർ എന്ന് പറയാവുന്ന രാഹുൽ ദ്രാവിഡ് ടീമിന്റെ ചാർജ് ആയിരുന്ന സമയത്ത് പോലും സഞ്ജുവിന് വേണ്ടത്ര അവസരങ്ങൾ ഏകദിന മത്സരങ്ങളിൽ കൊടുത്തിട്ടില്ല. എന്നാൽ സഞ്ജു ഇടം നേടാത്തതിന്റെ കാരണം സഞ്ജു തന്നെയാണ് സൃഷ്ടിച്ചതെന്ന് ക്രിക്കറ്റ് നിരീക്ഷകൻ ഡോക്ടർ N. അജിത് കുമാർ പ്രതികരിച്ചു. തീർച്ചയായിട്ടും മാറ്റി നിർത്താൻ പാടില്ലായിരുന്നു എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അത് തന്നെയാണ്. കാരണം സഞ്ജു ടീമിൽ ഇല്ല എന്ന് കേട്ടപ്പോൾ തന്നെ ആദ്യം വിഷമമുണ്ടായി. പക്ഷെ പിന്നീടാണ് വിവരങ്ങളൊക്കെ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയുമ്പോഴാണ് പല സാഹചര്യങ്ങളും സഞ്ജു തന്നെ ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഋഷഭ് പന്ത്, KL രാഹുൽ എന്നീ താരങ്ങൾ ഉള്ളപ്പോൾ സഞ്ജുവിന്റെ സ്ഥാനം ബോർഡർ ലൈനിലാണെന്ന് മുൻ അമ്പയർ KN രാഘവൻ പ്രതികരിച്ചു. ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിൽ തിളക്കമാർന്ന 2 സെഞ്ചുറികൾ നേടി ഫോമിൽ നിൽക്കുന്ന സഞ്ജു സാംസണിനെ പരിഗണിക്കാത്തതിന്റെ കാരണം വിജയ് ഹസാരെ ട്രോഫി മാത്രമാണോ, അതോ മറ്റേതെങ്കിലും കാരണങ്ങളുണ്ടോ? സഞ്ജുവിന്റെ പ്രതികരണത്തിനായി കാത്തുനിൽക്കുകയാണ് ക്രിക്കറ്റ് ലോകം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാമിനെയാണ് താനെയിൽ നിന്ന് പിടികൂടിയത്. ഇയാൾ ബംഗ്ലാദേശ് സ്വദേശി ആണെന്നാണ് നിഗമനമെന്ന് മുംബൈ പോലീസ് പ്രതികരിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടു. മുംബൈ പോലീസിനെ വട്ടം കറക്കിയ സെയ്ഫ് അലി ഖാൻ ആക്രമണക്കേസിലെ പ്രതി ഒടുവിൽ പിടിയിൽ. പ്രതിയെ പിടികൂടാൻ വൈകുന്നതിൽ സർക്കാരിനെതിരെയും പോലീസിനെതിരെയും വിമർശനം ശക്തമാകുമ്പോഴാണ് ആക്രമണം നടന്ന് 70 മണിക്കൂർ പിന്നിടുമ്പോഴുള്ള അറസ്റ്റ്. താനെയിലെ ഹിരാനന്ദാനി എസ്റ്റേറ്റിന് സമീപത്ത് നിന്ന് ശനിയാഴ്ച അർദ്ധരാത്രിയാണ് മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാമിനെ മുംബൈ പോലീസ് പിടികൂടിയത്. 5 മാസം മുമ്പ് ബംഗ്ലാദേശിൽ നിന്ന് മുംബൈയിലെത്തിയ ഇയാൾ വിജയ്ദാസ് എന്ന വ്യാജ പേരാണ് ഉപയോഗിച്ചിരുന്നത്. മോഷണം തന്നെയായിരുന്നു ലക്ഷ്യം. അതിക്രമിച്ചു കയറിയത് സെയ്ഫ് അലി ഖാന്റെ വീടാണെന്ന് അറിയില്ലായിരുന്നുവെന്നും ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും പോലീസ് പ്രതികരിച്ചു. आरोपी का नाम मोहम्मद शरीफुल इस्लाम शहजाद है. ये समझ में आया है कि ये आरोपी चोरी के इरादे से उस घर में उसने एंटर किया था. बांग्लादेशी ओरिजिन का है ऐसा हमारा डाउट है. पिछले 5-6 महीने पहले मुंबई आया है ऐसा पता चला है. हाउसकीपिंग एजेंसी में काम करता है. ആദ്യ 2 ദിവസവും ഒരു തുമ്പുമില്ലാതിരുന്ന അന്വേഷണത്തിൽ ദാദറിലെ മൊബൈൽ കടയിൽ നിന്ന് ലഭിച്ച പ്രതിയുടെ CCTV ദൃശ്യങ്ങളാണ് നിർണായകമായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ താമസ സ്ഥലം കണ്ടെത്തുകയും ഒപ്പം താമസിക്കുന്നവർ നൽകിയ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ പ്രതിയിലേക്ക് എത്തുകയുമായിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരം തമ്പാനൂരിൽ മഹാരാഷ്ട്ര സ്വദേശികളായ സഹോദരങ്ങൾ ഹോട്ടൽ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ. അനാഥരാണെന്നും കടുത്ത ദാരിദ്ര്യമാണെന്നുമുള്ള ആത്മഹത്യാ കുറിപ്പും പോലീസ് മുറിക്കുള്ളിൽ നിന്ന് കണ്ടെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ചെങ്കൽ ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മഹാരാഷ്ട്ര സ്വദേശികളും സഹോദരങ്ങളുമായ ദത്താത്രേയ കോണ്ടിബയും മുക്ത കോണ്ടിബയും തമ്പാനൂരിലെ വിനായക ഹോട്ടലിലേക്ക് തിരികെ എത്തിയത്. പിന്നീട് ഇവർ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയില്ല. റൂം വൃത്തിയാക്കുന്നതിനായി ഹോട്ടൽ ജീവനക്കാർ രാവിലെ മുട്ടി വിളിച്ചിട്ടും പ്രതികരണം ഉണ്ടാകാതിരുന്നതോടെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് ജീവനക്കാർ അകത്ത് കിടക്കുകയായിരുന്നു. മുക്തയുടെ മൃതദേഹം കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലും ദത്താത്രേയെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. 2 ആത്മഹത്യാ കുറിപ്പുകളും പോലീസ് മുറിക്കലിൽ നിന്ന് കണ്ടെടുത്തു. അച്ഛനും അമ്മയും ഇല്ലെന്നും
അനാഥരാണെന്നും കടുത്ത ദാരിദ്ര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കരുതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ ഇരുവരും പരാമർശിച്ചിട്ടുണ്ട്. 2 ദിവസം മുമ്പാണ് മഹാരാഷ്ട്ര സ്വദേശികളായ സഹോദരങ്ങൾ ഹോട്ടലിൽ മുറിയെടുത്തതെന്നും മരണത്തിൽ മറ്റു ദുരൂഹതകളൊന്നുമില്ലെന്നും പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രൈമ ഫേസി ഒരു സൂസൈഡ് പോലെ കാണുന്നുണ്ട്. 2 പേരുണ്ട്, ഒരു ആന്ന ഒരു പെണ്ണ്. 2 പേര് കേരള സ്വദേശി അല്ല, അവന് വേറെ രാജ്യത്തുള്ള ആളാണ്. അവിടെ നമുക്ക് പ്രൈമ ഫേസി ഇത് ഇൻഫർമേഷൻ സൂസൈഡ് പോലെ തന്നെയാണ്. അതേസമയം ഇവരുടെ കുടുംബ പശ്ചാത്തലവും സാമ്പത്തിക ഇടപാടുകളും ഉൾപ്പെടെ അന്വേഷിക്കാൻ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ മഹാരാഷ്ട്ര പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ മകന്റെ വെട്ടേറ്റ് മരിച്ച സുബൈദയുടെ മൃതദേഹം ഇന്ന് കബറടക്കും. അടിവാരം 30 ഏക്കർ സ്വദേശിനി സുബൈദയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി. പ്രതി ആഷിഖിനെ പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്തിച്ച് വൈദ്യപരിശോധന നടത്തി. ഇന്നലെ വൈകിട്ടാണ് മയക്കുമരുന്നിനടിമയായ ആഷിഖ് വെട്ടുകത്തി ഉപയോഗിച്ച് അമ്മയെ കൊലപ്പെടുത്തിയത്. ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് നടപ്പിലാക്കിയതെന്നായിരുന്നു കൊലപാതകത്തിന് ശേഷം ആഷിഖ് നാട്ടുകാരോട് പറഞ്ഞത്. ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തുന്നവരാണ് ആഷിഖിന് ലഹരിമരുന്ന് എത്തിക്കുന്നതെന്ന് അയൽവാസികളും പറയും. ചെക്കന് ആദ്യമേ മയക്കുമരുന്നിൻ്റെ ഒരു അടിമയാണ്. കുറേ കാലമായിട്ട് സ്കൂൾ പഠിക്കുന്ന കാലത്ത് നല്ല ചെക്കനായിരുന്നു. പക്ഷേ കഴിഞ്ഞ ശേഷം കൂട്ടുകെട്ടായിട്ട് വഷളായതാണ്. ഇവിടെയുള്ള ചെക്കന്മാരല്ല, കൂടുതലും പുറത്തുനിന്ന് വന്നിട്ട് ഉള്ള കൂട്ടുകെട്ടാണ് സംഗതി. വിഷയങ്ങൾ ഇവിടുന്ന് പിന്നെ ഉമ്മയായിട്ടുള്ള കച്ചറകൾ ഇടക്കിടക്ക് ഉണ്ടാകാറുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞാനും ജലീലും കൂടെ ഇതിനും കൂടിയാണ് അവന് ഈ മരുന്നടിച്ചതിന് ശേഷം ഇവിടുന്ന് അവനെ അടിയുണ്ടാക്കി ഉമ്മനെ തച്ച് ശരിയാക്കിയതിന് ശേഷം ഞങ്ങൾ രണ്ടാളും പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരും കൂടി വന്നിട്ടാണ് അവനെ വണ്ടിയിൽ ഞങ്ങൾ കൊണ്ടുപോയിട്ട് മെഡിക്കൽ കോളേജിൽ അന്ന് അഡ്മിറ്റ് ചെയ്തതൊക്കെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ ബാക്കിയുള്ള കുടുംബക്കാരാണ് അന്ന് ചെയ്തത്. കുറേ നാളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ മോനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കലുണ്ടായിരുന്നു. അതൊക്കെ എത്രയോ നാട്ടുകാരൊക്കെ ഇടപെട്ട് എത്രയോ തവണ പോലീസൊക്കെ കൊണ്ടുപോയി അത് പ്രശ്നമൊന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇവർ ഡി അഡിക്ഷൻ സെൻ്ററിലൊക്കെ കൊണ്ടുപോയി അവിടെ 7 മാസത്തോളം അവിടെ ചികിത്സ കഴിഞ്ഞ് വന്നാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ താത്ത പറഞ്ഞ ഇവന് ഇവിടുന്ന് പോയിട്ട് 3-4 ദിവസമായിരുന്നു. അങ്ങനെ വന്നതാണ് ഇന്നലെ. ഇവർ 2 ചേട്ടത്തി അനിയത്തിയും പണിക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. 2 പണിക്ക് പോയിട്ടാണ് ഈ കൊച്ചൻ്റെ ചികിത്സയ്ക്കൊക്കെ നല്ലോണം പൈസ ഇവർ ചെലവഴിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ താത്ത പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയും വീട്ടിൽ വന്നിരുന്നു ഇങ്ങനെ അതിന് ചികിത്സയ്ക്ക് വേണ്ടി നല്ലോണം ഇവർ പൈസ മുടക്കിയിട്ടുണ്ട്. 2 പേരും പണിയെടുക്കുന്ന കൂടുതൽ പൈസ അതിന് വേണ്ടി ഇവർ ചെലവഴിച്ചതാണ്. അത് തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നല്ല രീതിയിൽ വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് താത്ത ഇങ്ങനെ എൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് തീവ്രവാദി ഗ്രൂപ്പിന്റെ പ്രതിനിധിയെന്ന് MT രമേശ്. CPMന്റെ ലീഡർഷിപ്പ് ചില തീവ്രവാദ ഗ്രൂപ്പുകൾ ഹൈജാക്ക് ചെയ്യുന്നു എന്നതിന്റെ തെളിവാണ് റിയാസിന്റെ പാർട്ടിയിലെ അപ്രമാദിത്വം. ഭൂരിപക്ഷത്തെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങളും മുഖ്യമന്ത്രിയും CPM നേതാക്കളും നടത്തുന്നതിന്റെ പിന്നിൽ മുഹമ്മദ് റിയാസാണെന്നും BJP ജനറൽ സെക്രട്ടറി ആരോപിച്ചു. പിണറായി വിജയനല്ല ഇപ്പോൾ പാർട്ടിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കാട്ടുന്നതും ഒരു സമുദായത്തിന്റെ താൽപര്യത്തിന് വേണ്ടിയാണെന്നും MT രമേശ് ആരോപിച്ചു. ന്യൂസ് 18 Q18 റിയാസിനെതിരെ MT രമേശിന്റെ കടുത്ത പരാമർശം. ഈഴവ സമുദായം BJPയിലേക്ക് കൂടുതൽ പോകുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള CPM ചില നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ ഉണ്ട്. അത് BJP എങ്ങനെയാണ്? ന്യൂനപക്ഷ പീഡനം എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ശരി, ചില തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ട് വഴിവിട്ട ബന്ധവും സഹായവും CPMനുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ CPMനെ അവരാണ് നിയന്ത്രിക്കുന്നത് എന്ന് പോലും വന്നിരുന്നു. പ്രത്യേകിച്ചും CPMനകത്തെ ചില പുതിയ നേതാക്കന്മാരുടെ ഉദയം, അവർക്ക് പ്രത്യേക പരിരക്ഷ കിട്ടുന്നു, അവർ പാർട്ടി കമ്മിറ്റിയേക്കാൾ മേലെയാകുന്നു, പാർട്ടി സെക്രട്ടറിയേക്കാൾ മേലെയാകുന്നു, എങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങളുമൊക്കെ ആ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വന്നിട്ടുള്ളത് നമ്മൾ വെളിയിൽ അറിഞ്ഞിട്ടുള്ളതാണ്. CPM ലീഡർഷിപ്പ് ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഉദാഹരണമായിട്ട് മുഹമ്മദ് റിയാസിന് CPMനകത്തുണ്ടാകുന്ന സ്വാധീനം. കേരളത്തിൽ കുറച്ചു കാലമായി നാം കേൾക്കുന്നത് CPMൻ്റെ ഔദ്യോഗികമായിട്ടുള്ള നയം പറയുന്നത് നിയമസഭയിലായാലും പുറത്തായാലും പാർട്ടി സെക്രട്ടറിയോ പാർട്ടി പൊളിറ്റ് ബ്യൂറോ മെമ്പറല്ല. എങ്ങനെയാണ് ഒരു മന്ത്രിസഭയിലെ കേവലം ഒരു മന്ത്രി മാത്രമായ മുഹമ്മദ് റിയാസിന് പാർട്ടി നിലപാടിൽ ഇങ്ങനെ അപ്പർ ഹാൻഡ് കിട്ടുന്നത്? അതൊരു നിർദ്ദിഷ്ട സമുദായമായതുകൊണ്ടാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുമോ? ഏതെങ്കിലും ഘട്ടത്തിൽ CPMൽ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾ മന്ത്രിമാരായിട്ടുണ്ടോ? 2 കാര്യം. ഒന്നുകിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് എന്നുള്ള ഒരു പരിവേഷം, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെ പിന്തുണക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പരിവേഷം. ഇത് 2 വേണമല്ലോ. പാർട്ടി സെക്രട്ടറി എങ്ങനെയാണ് സനാതനധർമ്മത്തെ അശ്ലീലം എന്ന് പറയുന്നത്? അപ്പോൾ അത്
വളരെ പർപ്പസ്ഫുള്ളി ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ വികാരങ്ങൾ വ്രണപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ വോട്ട് ചെയ്തത് CPM-നാണ്. ആ CPM ഇങ്ങനെ നിലപാടെടുക്കണമെങ്കിൽ അതിന് പിറകിൽ എന്തെങ്കിലും കാരണമുണ്ടാവില്ലേ? ഞാൻ ആ കാരണത്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ ക്ഷണിച്ചത്. ആളുകൾ അടക്കം പറയുന്നു മുഹമ്മദ് റിയാസാണ് അടുത്ത CPM-ൻ്റെ മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് വളരെ ബോധപൂർവം കേരളത്തിൽ ചില താല്പര്യങ്ങൾ പുറത്ത് സൃഷ്ടിക്കുകയാണ്. CPM എന്ന് പറയുന്ന പാർട്ടി ചില നിക്ഷിപ്ത താല്പര്യക്കാരും ചില ശക്തികളും ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് പുറത്തുപോയത് പ്രീ പ്ലാൻഡ് നീക്കമായിരുന്നുവെന്നും MT രമേശ്. പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. തക്ക സമയം നേരത്തെ നോക്കിവെച്ച് പോകാൻ കാരണമുണ്ടാക്കുകയായിരുന്നുവെന്നും അതിന് പിറകിലെ ശരിയായ കാരണം പതിയെ പുറത്തുവരുമെന്നും MT രമേശ് പറഞ്ഞു. Q18-ലായിരുന്നു MT രമേശിന്റെ പ്രതികരണം. ഇതിനിടയിൽ സന്ദീപ് വാര്യർ എപ്പിസോഡ് ഉണ്ടായി. കുറച്ചും കൂടെ അവധാനതയോടുകൂടി അത് ഡീൽ ചെയ്യാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് തലയിൽ മുകളിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വിലയിരുത്തലൊക്കെ വളരെ രാഷ്ട്രീയമായിട്ട് പുറത്തുനിന്ന് വന്നില്ലേ ആ സമയത്ത്? അല്ല, പല പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്ന്, ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തകന്മാർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അത് പക്ഷെ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് വേണ്ടത്. പാർട്ടിയുടെ പല ആളുകളും സന്ദീപ് വാര്യരുടെ ഇടപെടാനും സംസാരിക്കാനും ഒക്കെ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അതിനൊന്നും വഴങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു പ്രീ പ്ലാൻഡായിരുന്നു. BJP വിടുക എന്നുള്ളതൊരു പ്രീ പ്ലാൻഡായിരുന്നു. അതൊരു സന്ദർഭം നോക്കി നിൽക്കുകയായിരുന്നു എന്നാണ് അതിനുശേഷം വിലയിരുത്തുമ്പോൾ എനിക്ക് ബോധ്യമായുള്ളൂ. അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും, സന്ദീപ് ഉന്നയിച്ചിട്ടുള്ളൊരു പ്രശ്നവും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമായിരുന്നില്ല. വളരെ 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 ചെറിയൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് ഒരാൾ പാർട്ടി വിടുക എന്ന് പറയുന്നത് നമുക്കങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. അപ്പം നേരത്തെ പ്രീ പ്ലാൻഡ് ആയിരുന്നു. ഒരു ടൈം എന്നുള്ളത് അദ്ദേഹം നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ടൈം എത്തിയപ്പോൾ അദ്ദേഹം കാരണങ്ങൾ ഉണ്ടാക്കി പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Q18 പൂർണ്ണരൂപം ഇന്ന് രാത്രി 9 മണിക്ക് കാണാം. അരവിന്ദ് കെജ്രിവാളിന് നേരെയുണ്ടായ കല്ലേറ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാക്കി ആം ആദ്മി പാർട്ടി. ആക്രമണം നടത്തിയ 2 പേരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ട മുഖ്യമന്ത്രി അതിഷി ഇരുവർക്കും BJP സ്ഥാനാർത്ഥി പർവേഷ് വർമ്മയുമായി അടുത്ത ബന്ധമുണ്ടെന്നും ആരോപിച്ചു. എന്നാൽ കെജ്രിവാളിനെതിരെ പ്രതിഷേധിച്ചവരെ വാഹനമിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ആരോപണവുമായി BJP-യും രംഗത്ത് വന്നു. ന്യൂഡൽഹിയിൽ നിന്ന് വീണ്ടും ജനവിധി തേടുന്ന അരവിന്ദ് കെജ്രിവാൾ മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നതിനിടെ ഇന്നലെ വൈകിട്ടായിരുന്നു ആക്രമണം. കെജ്രിവാളിന്റെ വാഹനം തടഞ്ഞ് BJP പ്രവർത്തകർ പ്രതിഷേധിക്കുന്നതിനിടെയാണ് കാറിന് നേരെ കല്ലേറുണ്ടായത്. കാറിന് മുകളിൽ കല്ല് പതിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട ആം ആദ്മി പാർട്ടി വിഷയം ചർച്ചയാക്കുകയാണ്. സംഘത്തിലുണ്ടായിരുന്ന ഷങ്കി, രോഹിത് ത്യാഗി എന്നിവർ ന്യൂഡൽഹിയിലെ സ്ഥാനാർത്ഥി പർവേഷ് വർമ്മയ്ക്കൊപ്പമുള്ള ഫോട്ടോ മുഖ്യമന്ത്രി അതിഷി വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ടു. ക്രിമിനൽ കേസുകളിൽ പ്രതികളായ ഇരുവരും കേജ്രിവാളിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എത്തിയതെന്നും അതിഷി ആരോപിച്ചു. इस शख्स का नाम है शंकी, प्रवेश वर्मा जी के साथ पाए जाते हैं. उनके प्रचार में प्रवेश वर्मा जी के साथ लगे रहते हैं. एक हार्डकोर क्रिमिनल बैकग्राउंड का व्यक्ति है. इनका नाम है रोहित त्यागी. ये भी हार्डन्ड क्रिमिनल है. എന്നാൽ യുവാക്കളെ കേജ്രിവാളിന്റെ വാഹനം ഇടിച്ചെന്ന മറുവാദമുയർത്തുകയാണ് BJP. യുവാക്കളെ കണ്ടപ്പോൾ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടിയെങ്കിലും കാർ മുന്നോട്ടെടുക്കാൻ കേജ്രിവാൾ നിർദ്ദേശിക്കുകയായിരുന്നു. അപകടത്തിൽ ഒരു പ്രവർത്തകന് പരിക്കേറ്റതായും BJP സ്ഥാനാർത്ഥി പർവേഷ് വർമ്മ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏൽക്കുന്നതിന്റെ ഭാഗമായി ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിലെത്തി. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള ആഘോഷങ്ങൾ വിർജീനിയയിൽ നടന്നു. 4 വർഷം മുൻപ് പരാജയം അംഗീകരിക്കാതെ നിരാശനായി ക്യാപിറ്റോൾ വിടേണ്ടി വന്ന ട്രംപിനിത് വിജയകരമായ തിരിച്ചുവരവ് കൂടിയാണ്. വാഷിംഗ്ടണിന് ഏകദേശം 30 മൈൽ അകലെ വെർജീനിയയിലെ സ്റ്റെർലിംഗിലുള്ള തന്റെ ട്രംപ് നാഷണൽ ഗോൾഫ് ക്ലബിലെ ആഘോഷത്തോടെയാണ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവ് ഉത്സവമാക്കിയത്. ആഘോഷത്തിനായി വാഹനവ്യൂഹം ഗോൾഫ് ക്ലബിനടുത്തെത്തിയപ്പോൾ റോഡരികിൽ തടിച്ചുകൂടിയ അഭ്യുദയകാംക്ഷികൾ ആർത്തുവിളിച്ചു. വിർജീനിയ ഗവർണർ ഗ്ലെൻ യങ്കിൻ, ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ് തുടങ്ങിയവർ അഭിനന്ദനങ്ങളുമായി എത്തി. ട്രംപ് ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തു. ഗസയിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായം നൽകിയ തന്റെ മിഡിൽ ഈസ്റ്റ് ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിനെ പ്രശംസിച്ചു. പിന്നെ ക്ലബ് ഹൗസിന്റെ ബാൽക്കണിയിൽ വന്നു.
വെടിക്കെട്ടും ടെനർ ക്രിസ്റ്റഫർ മച്ചിയോയുടെ പ്രകടനവും കണ്ട് അതിഥികൾ ആഘോഷത്തിൽ പങ്കുചേർന്നു. ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിൽ നിന്ന് ഭാര്യ മെലാനിയ ട്രംപും മകൻ ബാരോണിനും ഒപ്പം സ്പെഷ്യൽ എയർ മിഷൻ 47 US മിലിറ്ററി C-32 വിമാനത്തിലാണ് ട്രംപ് വാഷിംഗ്ടണിലേക്ക് തിരിച്ചത്. നിയുക്ത പ്രസിഡന്റ് നഗരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ നേരിയ മഞ്ഞുവീഴ്ച ആരംഭിച്ചു. രാവിലെ തന്നെ പ്രതിഷേധക്കാരുടെ കൂട്ടവും തെരുവിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. സ്ത്രീകളുടെ ആവശ്യങ്ങൾ, വംശീയനീതി തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. റിപ്പബ്ലിക്കൻ ട്രംപിന്റെ 2ാം ടേം ഭരണഘടനാ അവകാശങ്ങൾക്ക് ഭീഷണിയാകുമെന്നും നടപ്പിലാക്കാനിരിക്കുന്ന നയങ്ങൾക്കെതിരെ അണിനിരക്കുമെന്നും പ്രതിഷേധക്കാർ. ഇന്ന് ട്രംപ് ആർലിംഗ്ടൺ ദേശീയ സെമിത്തേരിയിൽ പുഷ്പചക്രം സമർപ്പിക്കും. പിന്നീട് വാഷിംഗ്ടണിലെ ക്യാപിറ്റൽ 1 അരീനയിൽ നടക്കുന്ന റാലിയിൽ പങ്കെടുക്കും. റാലിക്ക് ശേഷം ഒരു സ്വകാര്യ അത്താഴ വിരുന്നിന് പോകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ക്യുസാറ്റ് അപകടത്തിൽ കുറ്റപത്രം സമർപ്പിച്ച പോലീസ്. മുൻ പ്രിൻസിപ്പാൾ അടക്കം 3 പ്രതികളാണുള്ളത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. അതേസമയം മുൻ രജിസ്ട്രാറെ പ്രതി ചേർക്കേണ്ടതില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കുസാറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗം സംഘടിപ്പിച്ച സംഗീത നിശയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 4 പേർ മരിച്ച സംഭവത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം കളമശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. മുൻ പ്രിൻസിപ്പാൾ ദീപക് കുമാർ സാഹു, അധ്യാപകരായ ഗിരീഷ് കുമാർ തമ്പി, N ബിജു എന്നിവരാണ് പ്രതികൾ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. ദുരന്തം നടന്ന 1 വർഷവും 2 മാസവും പിന്നിടുമ്പോഴാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. 2023 നവംബർ 25-നാണ് കുസാറ്റ് ദുരന്തമുണ്ടായത്. അതേസമയം മുൻ രജിസ്ട്രാറെ പ്രതി ചേർക്കേണ്ട സാഹചര്യമില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. പരിപാടിക്ക് മുന്നോടിയായി പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടുള്ള കത്ത് കൈമാറുന്നതിൽ രജിസ്ട്രാർ വീഴ്ച വരുത്തിയെന്ന ആരോപണം ഉയർന്നിരുന്നു. ഡെപ്യൂട്ടി രജിസ്ട്രാറെ സ്ഥലം മാറ്റി. അന്വേഷണ വിധേയമായി പ്രിൻസിപ്പാളിനെയും ചുമതലയിൽ നിന്നു മാറ്റി. പരിപാടിയെക്കുറിച്ച് തങ്ങളെ അറിയിച്ചില്ലെന്നായിരുന്നു സർവകലാശാലയുടെ വാദം. അപകടത്തിൽ 4 പേർ മരിക്കുകയും 60ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നിന്റെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും ക്ഷാമം പരിഹരിക്കാൻ നടപടിയില്ല. കുടിശ്ശിക മുഴുവൻ തന്നു തീർക്കാതെ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിലാണ് മരുന്ന് വിതരണക്കാർ. സംഭവത്തിൽ പ്രതിഷേധിച്ച് MK രാഘവൻ MP ആശുപത്രിക്ക് മുന്നിൽ ഏകദിന ഉപവാസ സമരം തുടരുകയാണ്. 90 കോടി രൂപയുടെ കുടിശ്ശികയാണ് മരുന്ന് വിതരണക്കാർക്ക് നൽകാനുള്ളത്. മരുന്ന് വിതരണം നിലച്ചതോടെ പ്രതിസന്ധി രൂക്ഷമായി. 10 ദിവസമായി ഇതാണ് സാഹചര്യം. എന്നാൽ ആരോഗ്യവകുപ്പിന്റെയോ സർക്കാരിന്റെയോ ഭാഗത്തുനിന്ന് ഫലപ്രദമായ ഒരു ഇടപെടലും ഉണ്ടായില്ല. ഇതോടെ പ്രതിഷേധവുമായി MK രാഘവൻ MP രംഗത്തെത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുൻപിൽ ആരംഭിച്ച ഏകദിന ഉപവാസ സമരം ഡോക്ടർ MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കഴിഞ്ഞ എത്രയോ നാളുകളായി ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരന്റെ പ്രതീക്ഷയായി നിൽക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജിനോട് ഇത്രയും അവഗണന കാണിക്കുന്ന, ഇവിടുത്തെ രോഗികളെ ഒരു 2ാം തരം പൗരന്മാരായി കാണുന്ന, സ്വകാര്യ മേഖലകളെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി അതിന് ഓശാന പാടുന്ന ഗവൺമെന്റിന്റെ നിലപാടിൽ മാറ്റം വരുത്തുക എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഞാൻ ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ആവശ്യ മരുന്നുകൾ എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം. നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. പത്തനംതിട്ടയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രികരായ ആലപ്പുഴ സ്വദേശി ശ്രീജിത്താണ് മരിച്ചത്. അപകടം ഒഴിവാക്കാൻ വെട്ടിച്ച KSRTC ബസ് മതിലിലും ഇടിച്ചു. പത്തനംതിട്ട വാര്യാപുരത്തിന് സമീപം ചിറക്കാലയിലാണ് അപകടമുണ്ടായത്. മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും നിരാശയിലാണ് ഇടുക്കിയിലെ ഏലം കർഷകർ. ശരാശരി വില 3000 കടന്നിട്ടും അതിന്റെ ഗുണം കർഷകർക്ക് പ്രയോജനപ്പെടുത്താനാകുന്നില്ല. വൻകിട വ്യാപാരികളുടെ ഇടപെടലാണ് കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. സീസൺ അവസാനിച്ചതും ഏലക്ക മുഴുവനായി വിറ്റൊഴിഞ്ഞതുമാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത്. ഉൽപാദനത്തിലുണ്ടായ കുറവും പ്രതിസന്ധിയായി. ഉൽപാദനവും ലേലകേന്ദ്രത്തിൽ വിൽപ്പനയും കുറഞ്ഞതോടെ 1.5 മാസത്തിനു ശേഷം ഏലം വില കിലോയ്ക്ക് വീണ്ടും 3000 കടന്നു. കഴിഞ്ഞ ദിവസം നടന്ന ലേലത്തിൽ ഏലത്തിന് ശരാശരി വില 3196 രൂപ വരെ ലഭിച്ചു. 1.5 മാസം മുൻപ് 2 ലേലത്തിലായി 1 ലക്ഷത്തിലധികം കിലോഗ്രാം പതിവുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിലെ അവസാന ലേലത്തിൽ 2 ലേലകേന്ദ്രങ്ങളിലായി ആകെ 87,048 കിലോഗ്രാമാണ് ഉള്ളത്. ഏലക്കായുടെ സീസൺ തീർന്നു. ഈ ഒരു 1.5-2 മാസമായുള്ള ഏലക്കായ്ക്ക് ന്യായമായി ഒരു കർഷകൻ ആഗ്രഹിച്ചതായ ഒരു വില ഉയർന്നു വന്നിട്ട് ആ വില വന്ന സമയത്ത് കർഷകന്റെ കയ്യിൽ കായില്ലാതെ വന്നു.
അപ്പോൾ കായ ഉള്ളതെന്ന് പറയുന്നത് ഇവിടുത്തെ കച്ചവടക്കാരുടെ കയ്യിലും വൻ തോട്ടക്കാരുടെ കയ്യിൽ കായിരിപ്പുണ്ട്. അതുപോലെ തന്നെ വൻകിട വ്യാപാരികളുടെ കയ്യിൽ കായിരിപ്പുണ്ട്. അതുകൊണ്ട് കർഷകർക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനം ലഭിക്കുന്നില്ല. വൻകിട വ്യാപാരികളുടെ ഇടപെടലാണ് ഏലം വിലയിലെ ചാഞ്ചാട്ടത്തിന് കാരണമെന്ന് കർഷകർ പറയുന്നു. ഉൽപാദനം കൂടുതലുണ്ടായിരുന്നപ്പോൾ വിലയിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ച് കർഷകരെ ബുദ്ധിമുട്ടിലാക്കുകയും സീസൺ അവസാനിച്ചപ്പോൾ സ്റ്റോക്കിസ്റ്റുകൾക്ക് ലാഭമുണ്ടാക്കാനായി വിപണിയിൽ ഇടപെടുകയും ചെയ്യുന്നുവെന്ന് കർഷകർ പറയുന്നു. ഏലക്ക ഇല്ലാത്തൊരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ഈ ലേലം വിളിക്കുന്ന ആളുകൾ അവരൊത്തുകൊണ്ട് ലേലത്തിലെ വിലയിടിക്കും. വിളിച്ച ഗുണനിലവാരം ഇല്ലാത്തോ വലിപ്പം കുറഞ്ഞ ഏലക്ക വീണ്ടും വീണ്ടും ലേലത്തിൽ കൊണ്ടുവച്ച് വിലയിടിക്കുന്നു. കർഷകരെ സംബന്ധിച്ച് ഉൽപ്പാദന ചെലവ് കൂടുതലാണ്. അതുപോലെ തന്നെ കീടനാശിനി, വളപ്രയോഗം ഇതിനൊക്കെയും വില കൂടുതലാണ്. അപ്പോൾ ആനുപാതികമായിട്ട് അവർക്ക് വില ലഭിച്ചുകൊണ്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വിലയുണ്ട്, പക്ഷേ അവരുടെ കയ്യിൽ ആവശ്യത്തിന് സ്റ്റോക്കില്ല. സീസൺ ആരംഭിച്ച ജൂണിൽ 2130 രൂപയായിരുന്ന ശരാശരി വില നവംബറിലാണ് 3000 തൊട്ടത്. പിന്നീട് 1.5 മാസത്തോളം വില ചാഞ്ചാടിക്കൊണ്ടിരുന്നു. സീസൺ അവസാനിക്കാറായതോടെയാണ് വീണ്ടും 3000 കടന്നത്. ഭൂരിഭാഗം ചെറുകിട കർഷകരും ഏലയ്ക്ക വിറ്റൊഴിഞ്ഞതിനാൽ വൻകിട കർഷകർക്കും വ്യാപാരികൾക്കും മാത്രമാണ് ഇപ്പോഴത്തെ വില വർധനവിന്റെ പ്രയോജനം ലഭിക്കുക. ന്യൂസ് 18 ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7400 രൂപ, പവന് 59,200 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 6140, പവന് 49,120 രൂപ. വെള്ളി ഗ്രാമിന് 91 രൂപ, കിലോയ്ക്ക് 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പൂർണ്ണമാകുന്നു ന്യൂസ് അപ്ഡേറ്റ്സ്. നമസ്കാരം. PA മുഹമ്മദ് റിയാസ്